ശ്രീ പ്രശാന്ത്, നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളുമായിട്ടുണ്ടാക്കുന്ന കരാർ ലോകം മുഴുവൻ നടുങ്ങിപ്പോകുന്ന തരത്തിലാണ്. ഇന്ത്യയുടെ ഒരു കുതിപ്പ് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇനി ലോകത്തെ ഏത് രാജ്യങ്ങളൊക്കെയാണ് ഇനി ഭയക്കാൻ പോകുന്നത്? ഇപ്പോൾ ലോകരാജ്യങ്ങൾ എന്ന് പറയുമ്പം ലോകത്ത് നമുക്ക് ത്രെട്ടായിട്ടുള്ള ലോകരാജ്യത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയും ചൈനയും ഒക്കെ ഇപ്പം നമ്മുടെ ശത്രുപക്ഷത്താണെന്ന് വേണമെങ്കിൽ പറയാം. ആണല്ലോ, അതന്നെ പ്രത്യക്ഷത്തിലല്ലെങ്കിലും മനസ്സുകൊണ്ട് അല്ലെങ്കിൽ കീഴിൽ കൂടെ പണി തരുമോന്നൊക്കെ പറയത്തില്ല. അതിന് ചൈന നിൽക്കുന്നുണ്ട്. സുഹൃത്താണെന്ന് ചോദിച്ചാൽ സുഹൃത്ത്, അതേ അങ്ങനെ നിൽക്കാൻ പറ്റുമല്ലോ. ഇന്ത്യ അത്രയ്ക്ക് വളർന്നിട്ടുണ്ട്. അമേരിക്കയെടുത്തും സുഹൃത്താണെന്ന് ചോദിച്ചാൽ സുഹൃത്താണ്, പക്ഷേ കീഴിൽ കൂടെ പണിയാൻ നോക്കുന്നുണ്ട്. നമുക്കറിയാം പല കാര്യങ്ങളും. ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് നമ്മൾ ഓരോ ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ കാര്യത്തിലും ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലും ഒക്കെ. ഇതേ പാകിസ്ഥാൻ്റെ കാര്യത്തിലും ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലും ചൈനയൊക്കെ അതേ നിലപാടാണ് എടുക്കുന്നത്. മനസ്സിലായോ? അപ്പം ലോക നിലവാരത്തിൽ നമ്പർ 1 നിൽക്കുന്നു. അപ്പം നമ്മളെ എങ്ങനെയും കൈകാര്യം ചെയ്യാൻ നോക്കും. നേരിട്ടാണെങ്കിൽ അത് വലിയ അപകടമാണ്, രണ്ടുപേർക്കും അപകടം ഉണ്ടാകും. അതിന് ചൈന യുദ്ധം ചെയ്യാൻ നേരിട്ട് സാധ്യതയില്ല, അമേരിക്ക യുദ്ധം ചെയ്യാൻ നേരിട്ട് സാധ്യതയില്ല. പക്ഷേ ഇപ്പം എല്ലാ സാധ്യതകളും അടച്ചു മുന്നോട്ട് പോകണം. നമ്മൾ യുദ്ധം ചെയ്യാൻ സാധ്യതയില്ല എന്ന് കണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് വെക്കുന്ന ചെക്കുകൾ നമ്മൾ തിരിച്ച് വെച്ചല്ലേ പോകാനൊക്കെ, അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിൽ കാര്യമില്ല. അപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ അത്തരത്തിൽ നരേന്ദ്രമോദി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് വളരെ വിദഗ്ധമായിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സാറേ ഇപ്പം നടക്കുന്ന യുദ്ധത്തിനകത്ത് പോലും ലോകത്ത് ജപ്പാൻ ഉൾപ്പെടെയുള്ള പല പ്രമുഖ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ, കൊറോണ സമയത്ത് ഉണ്ടായതുപോലുള്ള പ്രശ്നങ്ങൾ അടച്ചിടലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഹോർമൂസിൻ്റെ വിഷയം വെച്ച്, ഈ യുദ്ധത്തിൻ്റെ കാര്യം വെച്ച്. പക്ഷേ ഇന്ത്യക്കകത്ത് നമ്മൾ ആ സമയത്ത് നമ്മൾ സാമ്പത്തികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ പ്രതിസന്ധി, ഇവിടുത്തെ കുറേ ആൾക്കാർ 3 ദിവസം ഗ്യാസ് ഒന്ന് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വേളം ഉണ്ടാക്കി ഈ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും നമുക്കൊരു പ്രതിസന്ധി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കൊരു പ്രശ്നവുമില്ലാതെ നീക്കൊണ്ട് പോകുന്നതിൻ്റെ കാര്യം ഈ നയതന്ത്രത്തിനകത്തുള്ള കാര്യങ്ങളാണ്. പണ്ട് നരേന്ദ്രമോദി തുടക്കത്തിൽ 2014 അദ്ദേഹം ഇവിടുന്ന് വിദേശ പര്യടനം തുടങ്ങിയപ്പോൾ കുറേ ആൾക്കാർ പറയും ഇയാൾക്ക് ഇന്ത്യയിലും ഇരിക്കുന്ന സമയം ഇന്ത്യയുടെ കാര്യം നോക്കാൻ സമയമില്ല, ഇയാൾ എപ്പോഴും വിദേശത്താണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആക്ഷേപമായിരുന്നു. ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലാണ് രാഷ്ട്രീയം. അപ്പം അതൊന്നും പുള്ളി കൈകാര്യം നോക്കിയിട്ടില്ല. പുള്ളി വീണ്ടും വിദേശത്ത് പോയിക്കൊണ്ടിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പം ഈ വിദേശത്ത് പോകുന്നതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങിയോ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം റിസൾട്ട് ആയല്ലോ. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വിദേശ പര്യടനം നടക്കുക ആസ്ട്രേലിയ, നമ്മൾ ഇന്നലെ ഇന്തോനേഷ്യ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ വിദേശ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വിദേശ പര്യടനത്തിൻ്റെ എല്ലാം ലക്ഷ്യമുണ്ട്. ഇപ്പം ലോകത്ത് ചരിത്രപരമായിട്ടുള്ള ഒരു കരാറാണ് ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ചൈനയും ലോകം മൊത്തവും ഞെട്ടലിലേക്ക് പോവുകയാണ്. കാരണം ഇന്ത്യയുടെ 1-2 മിസൈലുകൾ അദ്ദേഹം അവിടെ കരാറിനകത്ത് അവതരിപ്പിച്ചത് ചൈനയ്ക്ക് മീതയാകുന്നു, അല്ലെങ്കിൽ ആയുധത്തിൻ്റെ ശേഖരം അല്ലെങ്കിൽ ആ മിസൈൽ എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. കാരണം ചൈനയ്ക്ക് മീതയാണല്ലോ നമ്മളിപ്പം തിരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഇന്തോനേഷ്യയായിട്ടൊരു കരാർ ഒപ്പിട്ട് വെച്ചത് ഏതാണ്ട് 30 ബില്യൺ എങ്ങാണ്ടാണ്, അതായത് 10,000 കോടി രൂപയുടെ കരാറാണ്. ഈ കരാറിനകത്തെന്ന് പറഞ്ഞാൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ നമുക്കറിയാമല്ലോ, അതും അസ്ത്ര എന്ന് പറയുന്ന നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു മിസൈലും. ഈ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മിസൈൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റഷ്യയും നമ്മളുമായിട്ടുള്ള മോസ് എന്ന് പറയുന്ന അതിൻ്റെ. അപ്പോൾ അതിൻ്റെ സാങ്കേതിക വിദ്യ നമ്മളുണ്ട്. പക്ഷേ അസ്ത്രയുടെ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ DRDOയുടെ അതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഭാരത് ഡൈനമിക് ആണ്. അതായത് ഇവിടെ നിർമ്മിച്ച് ഇവിടുത്തെ സാങ്കേതിക വിദ്യയാണ്. അപ്പം ഇത് ഇന്തോനേഷ്യയിൽ ഈ ആയുധങ്ങൾ കൊടുക്കുന്നതിനപ്പുറം നമ്മുടെ സാങ്കേതിക വിദ്യയും യുദ്ധ സാങ്കേതിക വിദ്യയും ഈ സാധനം അവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കരാറാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്. അപ്പം വളരെ വലിയ വിദഗ്ധമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ അവിടെ കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് അവിടെ നമ്മുടെ ഈ ടെക്നോളജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കും. അപ്പം ഇതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പല ആയുധങ്ങളുടെയും കൂട്ടത്തിൽ ഇപ്പോൾ ബ്രഹ്മോസായ എല്ലാവരും ഭയക്കുന്നു. കാരണം ഇത് അവിടെ ഇവിടെ കൊണ്ടിട്ടിട്ട് സൂപ്പർസോണിക് ഈ അസ്ത്ര എന്ന് പറയുന്ന നമ്മൾ വികസിപ്പിച്ചെടുത്ത മിസൈൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവർ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വെളിയിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന വേർഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വായുവിൽ നിന്ന് വായുവിലേക്ക് വിടാൻ പറ്റുന്ന ആണ്. അപ്പം നിലത്തുനിന്ന് വിടുന്ന അല്ലെങ്കിൽ വായുവിൽ നിന്ന് വായുവിലേക്ക് വിടാൻ പറ്റുന്ന മിസൈലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് 20 കിലോമീറ്റർ വരെ മേലുള്ള അറ്റാക്ക് നടത്താൻ പറ്റും. അതുപോലെ ഇത് 80 മുതൽ 120 കിലോമീറ്റർ വരെ അതിർത്തി അല്ലെങ്കിൽ കരയുദ്ധം വരുമ്പം ആ രീതിയിൽ പറ്റും. ഇത് 160-ലേക്കൊക്കെ പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ വായുവിനേക്കാൾ ഏതാണ്ട് 4.5 ഇരട്ടി വേഗതയിൽ ഇതിന് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളുണ്ട്. അപ്പം
ഇത് നിർമ്മിക്കുന്ന സുഹോയ് വിമാനങ്ങൾ Su-30, അതുപോലെ Su-27 വിമാനങ്ങൾ. അപ്പോൾ ഇത് റഷ്യ നിർമ്മിത വിമാനങ്ങളാണ്. ഈ സുഹോയ് 30 ഒക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരുടെയും കയ്യിൽ, മാത്രമല്ല റഷ്യയുടെ വിമാനങ്ങളാണ്. അപ്പോൾ റഷ്യയുടെ വിമാനങ്ങൾ ഈ മിസൈൽ വാങ്ങിക്കുന്നവർക്ക് മേടിച്ചാൽ അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. ഈ സുഹോയ് വിമാനങ്ങൾ വിയറ്റ്നാം, മലേഷ്യ, ഫിലിപ്പീൻസ്, ഈജിപ്റ്റ് രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിപണി സാധ്യത വർദ്ധിക്കും. മനസ്സിലായിരുന്നു. പിന്നെ നമ്മുടെ റഫേൽ വിമാനങ്ങൾ ഇപ്പം നമ്മളുടെ ഇവിടെ കൊണ്ടുവച്ച് നിർമ്മിക്കുന്നുണ്ട്. നമ്മുടെ റഫേൽ വിമാനങ്ങളാണല്ലോ നമ്മുടെ സിന്ദൂരിന് ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിമാനമായിട്ട് മാറുന്നതും. റഫേൽ വിമാനങ്ങൾ സിന്ദൂരിൽ കൂടി ലോകപ്രശസ്തമായിട്ടുള്ള വിമാനമായി മാറിയിട്ടുള്ളതും. ആ വിമാനത്തിന് ഇപ്പം ഭയങ്കര ഡിമാൻഡ് ആവുന്നതും ആ വിമാനം നമ്മൾ വീണ്ടും മേടിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യ വീണ്ടും മേടിച്ചുകൊണ്ട് ഇതിന് വലിയ ഡിമാൻഡ്. ഇപ്പം ഇവിടെ കൊണ്ടുവച്ചാണല്ലോ നിർമ്മിക്കുന്നത്. അതിനകത്ത് ഇപ്പോഴത്തെ പുതിയ വേർഷനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ മിസൈൽ ഘടിപ്പിക്കാൻ പ്രാപ്തമാക്കിയിട്ടുള്ളത് ആയിരിക്കണം വിമാനം എന്നുള്ളത്. ഇപ്പൊ റഫേലിന്റെ പുതിയ അല്ലെങ്കിൽ റഫേൽ ഈ രീതിയിൽ നമ്മുടെ ഈ മിസൈൽ ഘടിപ്പിക്കത്തക്ക രീതിയിലുള്ള റഫേലിന്റെ പുതിയ വേർഷൻ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സാറേ ഇതിനകത്ത് ഇപ്പം അമേരിക്കയുടെ കസ്റ്റഡിയിലിരിക്കുന്ന മിസൈലുകൾക്കപ്പുറം അല്ലെങ്കിൽ മറ്റു പല ആയുധങ്ങൾക്കപ്പുറം ശേഖരവും അല്ലെങ്കിൽ ആയുധം വിൽക്കുന്നതിനകത്തും ഇന്ത്യ വലിയ രീതിയിലേക്ക് മുന്നേറ്റം നടത്തും എന്നുള്ള രീതിയിലേക്ക് ലോകരാജ്യം ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പല സാധനങ്ങളും നമ്മൾ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് നമ്മൾ പല മിസൈലുകൾ, ഡ്രോണുകൾ, പല അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ സഹായങ്ങൾ റഷ്യയുമായിട്ട് അറിയാം, അവരുടെ സാങ്കേതിക വിദ്യ. പക്ഷേ ഇപ്പം നമ്മൾ ഏറ്റവും വലിയ നമ്മുടെ സാങ്കേതിക വിദ്യ ഇതിനേക്കാളൊക്കെ മറികടന്നിരിക്കുക. ഇപ്പോൾ ഈ നമ്മുടെ സാങ്കേതിക വിദ്യയിലുള്ള സാധനം, അത് മാത്രമല്ല ഇനി ചിലവ് കുറവാണ് സാർ. 8 കോടി രൂപയുണ്ട് ഒരു മിസൈൽ നിർമ്മിക്കുന്നത്. അപ്പം ഇതിനകത്ത് വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാങ്കേതിക വിദ്യ മറ്റു പല പ്രമുഖ രാജ്യങ്ങളുടെയും, അല്ലെങ്കിൽ ഫ്രാൻസ് ആയാലും കൊള്ളാം, ഈ ജർമ്മനി ആയാലും കൊള്ളാം, ഈ ഇസ്രായേൽ ആയാലും കൊള്ളാം, റഷ്യ ആയാലും കൊള്ളാം, ഇവിടെയൊക്കെ സാങ്കേതിക വിദ്യയെക്കാട്ടി മികയിലും അത് വേണ്ട രീതിയിലേക്കും അത് നമ്മൾ മാത്രം നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനത്തിന് ഇതിപ്പം ബ്രഹ്മോസിനപ്പുറം മറികടക്കുമെന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട്. മാത്രമല്ല ഇപ്പം ആയുധ വ്യാപാരം 2014 1941 കോടി രൂപയുടെ ആയുധം വിറ്റിരുന്ന ഇന്ത്യ മഹാരാജ്യം ഏതാണ്ട് ഇപ്പം 12 ഇരട്ടി, ഏതായത് 2025-26 ആയപ്പോഴത്തേന് 23,622 കോടി രൂപയുടെ ആയുധങ്ങൾ വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി. ഇത് 2028-29 ആകുമ്പോഴത്തേന് 50,000 കോടി രൂപയുടെ ആയുധങ്ങൾ വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി. നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ 95% ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഇപ്പോഴും നമ്മൾ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനകത്ത് കുറവൊന്നുമില്ല. നമ്മുടെ സുരക്ഷയ്ക്കും നമ്മുടെ താല്പര്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി നമ്മൾ കൊള്ളാവുന്ന ആയുധങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറം ആയുധ വ്യാപാര രംഗത്ത് ഈ പറയുന്ന മത്സരിക്കുന്ന ആരൊക്കെയാണെന്നറിയാമല്ലോ, അമേരിക്ക, റഷ്യ, ചൈന. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പം റഷ്യയുടെ കാര്യത്തിനകത്ത് അവർക്കിപ്പം ഈ ഒരു അവസ്ഥയിൽ ഈ മേഖലയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ മേഖലയിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവരുടെ ടെക്നോളജി സംവിധാനങ്ങളും പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് ഇവിടെ അത് വെച്ച് നിർമ്മിച്ച് കൊടുക്കുന്നത്. കാരണം നമ്മളെ വിശ്വാസമാണ്, ഒരു കരാറുണ്ടാക്കിയാൽ മതി 100%. ഈ നമ്മുടെ ആയുധങ്ങൾക്ക് വിശ്വാസ്യതയും നമ്മുടെ ആയുധങ്ങൾ മേടിക്കാൻ പറ്റുന്ന രാജ്യങ്ങളാണ് മുക്കാലും ഉള്ളതുകൊണ്ട് ഇസ്രായേലും ഇപ്പം ഈ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ അല്ലെങ്കിൽ മേക്കിംഗ് ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ആണെന്നുണ്ടെങ്കിൽ മേടിക്കാൻ ആൾക്കാർ തയ്യാറാണ്. വിശ്വാസ്യത കൂടുതലാണ്, വിലക്കുറവാണ്, ആക്യുറസി ഉണ്ട്, പറയുന്നത് പോലെ കാര്യങ്ങൾ ചെല്ലും, നിബന്ധനകൾ കുറവാണ്. അപ്പോൾ അമേരിക്കയുടെ ഒരായുധം ഇങ്ങോട്ട് മേടിച്ചാൽ നിബന്ധന വളരെ കൂടുതൽ. അവിടെ വെച്ച് പൊട്ടിക്കരുത്, ഇവിടെ വെച്ച് പൊട്ടിക്കരുത്, ഞങ്ങളുടെ ആളുണ്ടാവും. പിന്നെ ഇവന്മാർക്ക് നേരത്തെ ഒരു വല്ലാത്ത കില്ലർ സ്വിച്ച് ഉണ്ടെന്ന് അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയുടെ ആകുമ്പം നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ്. ചൈന ആയുധങ്ങൾക്ക് പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ എക്സ്പോ ഒക്കെ വലുതാണ്, വലിയ വലുപ്പത്തിൽ പ്രചരണമുണ്ട്. സാധനം പൊട്ടിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ചൈന പടക്കം പൊട്ടിക്കുന്നതല്ല, നമ്മുടെ കുണ്ടെടുത്ത് വെച്ച് പൊട്ടിച്ചാൽ കൈ ഉൾപ്പെടെ പോകും. അവൻ്റെ കൈ വെച്ച് പൊട്ടിച്ചാലും പൊട്ടത്തില്ല എന്ന് പറഞ്ഞാൽ സുരക്ഷിതമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ രീതിയിൽ വരുമ്പോഴത്തേക്ക് ആയുധ വ്യാപാര രംഗത്ത് ഇപ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന അമേരിക്ക തന്നെയാണ്. പക്ഷേ ഈ പോക്ക് പോയാൽ കാരണം രണ്ടാമത് നിൽക്കുന്ന അല്ലെങ്കിൽ മത്സരിച്ച് നിൽക്കുന്ന ഒരിടം റഷ്യയുടേതാണ്. റഷ്യക്ക് അത് ഇപ്പം സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അതിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സമയമില്ല, പ്രശ്നങ്ങളാണ്. ഇപ്പോൾ തന്നെ ഇന്നിപ്പോൾ ഭയങ്കരമായിട്ടുള്ള വിഷയം നടക്കുക. കാരണം 30ഓളം എണ്ണക്കപ്പലുകൾക്ക് തീയിട്ടേക്കുക യുക്രൈൻ. അപ്പം ഭയങ്കര യുദ്ധമാണ്. പിന്നെ ഇസ്രായേലാണ്. ഇസ്രായേലിന് അതിന് ശ്രമിക്കുന്നുള്ളപ്പോഴും ഇസ്രായേൽ പൂർണ്ണമായിട്ടും ആയുധ വ്യാപാരി ആയതുകൊണ്ട് അവരുടെ ആയുധങ്ങൾ പല രാജ്യങ്ങൾക്കും നേരിട്ട് മേടിക്കേണ്ട എന്നുള്ള നിബന്ധനയുണ്ട്. കാരണം വേറെ ചില പ്രശ്നങ്ങളുണ്ട് GCC രാജ്യങ്ങളിൽ. അപ്പോൾ അവരുടെ ആയുധങ്ങൾ തന്നെയാണെന്ന് അറിയുന്നത് മേടിക്കാൻ ആഗ്രഹമുള്ളവർ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ അവർക്കറിയത് ഇസ്രായേലിൻ്റെ ആണ്. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ കുഴപ്പമില്ല, ആ പേരില്ല, ഞങ്ങൾ ഇന്ത്യയുടെ ആയുധമല്ലേ മേടിച്ചത്. യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ആണെന്നറിയാം, ഇന്ത്യ വെച്ച് നിർമ്മിക്കുന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലേക്ക് വലിയൊരു മുന്നേറ്റവും വലിയൊരു കാര്യവും വലിയൊരു ചർച്ചയും
അല്ലെങ്കിൽ ഇത്തരത്തിൽ പോകുന്നുണ്ട്. അതായത് ചൈന ഉൾപ്പെടെ ഈ പറയുന്ന വിദേശ പര്യടനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയാണ്. വലിയ കരാറിനകത്ത് അമ്പരന്നിട്ടുണ്ട്. ചൈന അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇപ്പോൾ ആസ്ട്രേലിയൻ യുറേനിയത്തിൻ്റെ കാര്യം വന്നില്ല. കാരണം അത് ഈ ചൈന നമുക്ക് പലപ്പോഴും ചൈന നമ്മളെ പണിയും. കാരണം നമ്മൾ ഇവൻ്റെ ഈ രാസ അല്ലെങ്കിൽ ഈ റെയർ മെറ്റീരിയൽസിൻ്റെ കസ്റ്റോഡിയൻ ആവാനാകുന്നത്. അതുകൊണ്ട് അമേരിക്ക പോലും ഇയാൾ വിറപ്പിച്ചത് നേരെ താരിഫിൻ്റെ വിഷയം ഇപ്പോഴും അവരുടെ കയ്യിലാണ്. അപ്പോൾ അത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ പല രാജ്യങ്ങളെയും കണ്ടെത്തി നമുക്ക് ഈ ഇലക്ട്രിക്കൽ വെഹിക്കിളിനകത്തൊക്കെ ചവിട്ടി പിടിച്ചായിരുന്നു നേരത്തെ. ഇപ്പോൾ യുറേനിയത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ അതിനെ മേക്കപ്പ് ചെയ്ത് റെയർ മെറ്റീരിയൽസിൻ്റെ ഒരു കസ്റ്റോഡിയൻ ചൈനയ്ക്കൊപ്പം ആകുന്നതിന് വേണ്ടി ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഒരു പരിധിവരെ അത് വിജയിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. എന്നാലും പൂർണ്ണാർത്ഥത്തിലല്ല. അപ്പോൾ അതിനുവേണ്ടിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം. അതിനാണ് ഇപ്പോൾ ആസ്ട്രേലിയയിൽ പോയി യുറേനിയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. ഏതായാലും കാര്യങ്ങൾ ലോക നിലവാരത്തിൽ ചർച്ചയാണ്. മോദി ചുമ്മാതെ പോവുകയല്ല കേട്ടോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.